Question 49. Which one of the following Governor General earned the epithet of clemency? അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽസിൻ്റെ ലിസ്റ്റാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിലൊരാൾ എന്ന് പറയുന്നത് ക്ലമൻസി, ദയയുടെ അധിപനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ ദയാലുവായ ലോർഡാണ്, പ്രഭുവാണ് എന്നൊരു ടൈറ്റിൽ, അനൗദ്യോഗിക ടൈറ്റിൽ, എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു വിശേഷണം, അതാണ് കറക്റ്റ് വാക്കിൻ്റെ മീനിങ്. അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷണം നേടിയ ജനറൽ ആരാണ് എന്നാണ് ചോദ്യം. അതായത് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാർ എല്ലാവരും, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഭയങ്കര ക്രൂവലായിരുന്നു ഇന്ത്യക്കാരോട്, എക്സ്പ്ലോയിറ്റിംഗ് മെൻറ്റാലിറ്റിയോട് പെരുമാറുകയും ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ വളരെ നല്ലവരുണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞു വെക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഭയങ്കര ദയാലുവായിട്ട് അല്ലെങ്കിൽ ബെനവലൻ്റ് ആയിട്ടായിരുന്നു ഇന്ത്യക്കാരോട് പെരുമാറിയത് എന്നൊരു വിശേഷണം ഉണ്ടായിരുന്നു. അത് ആർക്കാണ് കിട്ടിയത് എന്നാണ് ചോദ്യം. ഉത്തരം ലോർഡ് കാനിങ് എന്നാണ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എടുത്തു കളയുകയും പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിശേഷണം ലഭിച്ചത്. 50ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ന്യൂസ് പേപ്പേഴ്സ് വാസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് മഹാത്മാഗാന്ധി ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഹിസ് ഐഡിയാസ്? അതായത് മഹാത്മാഗാന്ധി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പത്രങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. താഴെ 4 പത്രങ്ങളെ പേര് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കി 3 മഹാത്മാഗാന്ധിൻ്റെയാണ്. ആ ഒരെണ്ണം ഏതാണ്? ആ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനുള്ളത്. ഓപ്ഷൻസ്: ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ദ ലീഡർ. ഇവയൊക്കെയാണ് ഓപ്ഷൻസ്. ഇതിൽ ആദ്യത്തെ 3 ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഇത് 3 മഹാത്മാഗാന്ധിൻ്റെയാണ്. പക്ഷേ ദ ലീഡർ മഹാത്മാഗാന്ധിൻ്റെതല്ല. ഉത്തരം അതാണ്. ദ ലീഡർ മദൻ മോഹൻ മാളവ്യൻ്റെ വകയാണ്. അലഹബാദിൽ വെച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പുറത്തിറക്കിയ പത്രമാണ് ദ ലീഡർ. പുറത്തിറക്കിയ വ്യക്തി മദൻ മോഹൻ മാളവ്യാണ്. സോ അത് മഹാത്മാഗാന്ധിൻ്റെ പത്രമല്ല. ബാക്കിയുള്ള 3 ഓപ്ഷൻ്റെയും അഡീഷണൽ എക്സ്പ്ലനേഷൻ അവിടെ കാണാൻ പറ്റും. 1932 വീക്ക്ലി ന്യൂസ് പേപ്പറായിട്ടാണ് ഹരിജൻ പുറത്തിറക്കുന്നത്. നമ്മൾ മുന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ, അന്നത്തെ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഡെയിലീസ് തന്നെ ആവണമെന്നില്ല, പീരിയോഡിക്കൽസ് ആയിട്ട് വീക്ക്ലിയിൽ, ട്വൈസ് ഇൻ എ വീക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പത്രം ഇറക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഹരിജൻ. അടുത്തത് ഇന്ത്യൻ ഒപ്പീനിയനാണ്. 1919 ഇറക്കിയിട്ടുണ്ടായിരുന്നത്. യങ് ഇന്ത്യ എന്ന് പറയുന്നത് 1893 സൗത്ത് ആഫ്രിക്കയിൽ മഹാത്മാഗാന്ധി ഇറക്കിയ പത്രമാണ്. അത് ഇന്ത്യയിലല്ല, സൗത്ത് ആഫ്രിക്കയിൽ അവിടുത്തെ മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ഇറക്കിയ പത്രത്തിൻ്റെ പേരാണ് യങ് ഇന്ത്യ എന്ന് പറയുന്നത്. 49th ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ കാണാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യം 51ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ ഗാന്ധി ലെഫ്റ്റ് സബർമതി ആശ്രമം ആൻഡ് ടുക്ക് എ പ്ലഡ്ജ് ടു റിട്ടേൺ ബാക്ക് ഓൺലി ആഫ്റ്റർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് സ്വരാജ്? അതായത് ഏത് വർഷമാണ് ഗാന്ധിജി സബർമതി ആശ്രമം വിട്ടിട്ട് സ്വരാജ്യം നേടിയതിന് ശേഷമേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്ത് ഇറങ്ങിയത് എന്നാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1933 ആണ്. 1933 സബർമതി ആശ്രമത്തിൽ നിന്ന് വിട്ടിട്ട് സ്വരാജ്യം നേടിയിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധി പ്രതിജ്ഞ ചെയ്ത് ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് ഫ്രാൻകോയിസ് കാരൻ എസ്റ്റാബ്ലിഷ്ഡ് ദ ഫസ്റ്റ് ഫ്രഞ്ച് ഫാക്ടറി ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഫാക്ടറി എപ്പോഴാണ് സ്ഥാപിച്ചത് എന്നാണ് ചോദ്യം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ അണ്ടറിൽ ഇംഗ്ലീഷ് ഫാക്ടറി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ അണ്ടറിൽ ഫ്രഞ്ച് ഫാക്ടറി, അങ്ങനെ ഓരോ ഫാക്ടറീസും ഇന്ത്യയിൽ ഉണ്ടായി വരികയായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഫ്രഞ്ചുകാരുടെ ഒരു ഫാക്ടറി ഇന്ത്യയിൽ സ്ഥാപിതമായത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം 1667 എന്നുള്ളതാണ്. സൂററ്റിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ അണ്ടറിലുള്ള ഫ്രഞ്ച് ഫാക്ടറി ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് ആണ് 1964 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കുന്നത്. അതാണ് അവിടുത്തെ അഡീഷണൽ എക്സ്പ്ലനേഷൻ വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഉണ്ടാക്കിയിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ 1964 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കുകയും ഇന്ത്യയുമായിട്ട് ട്രേഡ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും 3 വർഷത്തിന് ശേഷം 1667 ഇന്ത്യയിൽ അവരൊരു ഫാക്ടറി സ്ഥാപിക്കുന്നത്. അത് ഗുജറാത്തിലെ സൂററ്റിലായിരുന്നു സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. 1667 എന്നൊക്കെ പറയുമ്പോഴേക്ക് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് 60 വർഷത്തോളം കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ എത്ര കഴിഞ്ഞിട്ടാണ് ഫ്രഞ്ചുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കുന്നതും ഇവിടെ ഫാക്ടറി വൽക്കരിക്കുന്നതും ഒക്കെ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി അവിടെ നമുക്ക് കിട്ടും. അതുകൂടാതെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പോർച്ചുഗീസിൻ്റെത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെയും ട്രേഡേഴ്സും അവർ അവിടെ കമ്പനി ഫോം ചെയ്തത്, ഇവിടത്തേക്ക് വന്ന വർഷം, ഇവിടെ ഫാക്ടറി സ്ഥാപിച്ച വർഷം, ഇവിടെ മോണോപ്പൊളൈസ് ചെയ്ത വർഷം, ഇവിടെ ഒരു സാമ്രാജ്യത്വം ഉണ്ടാക്കി തുടങ്ങിയ വർഷം, അവരുടെ കാലഘട്ടം, ഇതൊക്കെയും സെപ്പറേറ്റ് പഠിക്കാനും അതിൻ്റെ ചോദ്യങ്ങൾ വരാനുമുള്ള സാധ്യതകളുണ്ട്. UGC നെറ്റിന് മാത്രമല്ല എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അത് വരുന്നുണ്ട്. സോ
അതൊക്കെയും ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 53rd ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ആർ നോൺ ഫ്രം ദ കോപ്പർഹോഡ് സൈറ്റ്? കോപ്പർഹോഡ് സൈറ്റ്സിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ എവിഡൻസുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഒബ്ജക്റ്റുകളാണ് ഉള്ളത് എന്നാണ് ചോദ്യം. ചാൽക്കോലിത്തിക് സൈറ്റ് അല്ലെങ്കിൽ കോപ്പർ ഡോമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോപ്പർ ഇൻവോൾവ് ആയിട്ടുള്ള സൈറ്റിൻ്റെ പ്രത്യേകതകളായിട്ടുണ്ടായിരുന്ന ടൂൾസ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ഒബ്ജക്ട്സുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഹോൾസ് എന്ന് പറഞ്ഞാൽ പൂഴ്ത്തി വെക്കുക എന്നാണ് അർത്ഥം. അതായത് കോപ്പറുമായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കോപ്പർ എലമെൻറ്റ്സ് എക്സ്കവേറ്റ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും മൂടപ്പെട്ട് കിടക്കുന്ന തരത്തിലുള്ള ഒരു സൈറ്റുകളിലും കോപ്പർ ഡൊമിനൻ്റ് സൈറ്റുകളിലെ കുറച്ച് ടൂൾസ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ആന്ത്രോപോമോർഫിക് ഫിഗേഴ്സ്, ബി ആൻറ്റിന സ്വാഡ്, സി ഹാർപൂൺസ്, ഡി ഫ്ലാറ്റ് സെൽസ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആന്ത്രോപോമോർഫിക് ഫിഗേഴ്സ് എന്നൊക്കെ പറയുന്നത് നരവംശ രൂപങ്ങൾ എന്നാണ് അതിൻ്റെ എക്സാക്റ്റ് മലയാളം. അതായത് ആന്ത്രോപോമോർഫിക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ രൂപത്തിലുള്ള സാധനങ്ങൾ അതൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻറ്റിന സോഡ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതൊക്കെയും ഈ കോപ്പർഹോഡ് സൈറ്റ്സിൻ്റെ ഒരു ഒബ്ജക്റ്റായിട്ട് അറിയപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഈ കോപ്പർ എലമെൻറ്റ് ഇൻവോൾവ് ആയിട്ട് അല്ലെങ്കിൽ കോപ്പർ കൊണ്ടുള്ള സാധനങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. 54th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിയോളജിക്കൽ സൈറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് അവയർനെസ് ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് ഓഫ് ഹാരപ്പൻസ് ഫോർ ദ വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ആർക്കിയോളജിക്കൽ സൈറ്റിലാണ് ഹാരപ്പൻ്റെ വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ സ്കിൽസ് പ്രകടമാവുന്നത് എന്നാണ് ചോദ്യം. അതായത് ഏതൊക്കെ സൈറ്റുകളിൽ ഹാരപ്പൻ ടീംസ് അല്ലെങ്കിൽ ഹാരപ്പയിൽ ജീവിച്ചിരുന്ന ജനത അവിടുത്തെ വെള്ളത്തിന് നമുക്ക് ഉപയോഗിക്കേണ്ട റിസോഴ്സുകളാക്കിയിട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ കുളം, കിണർ, പൈപ്പ്, കനാല് തുടങ്ങിയ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട തരത്തിലുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങളായിട്ടുള്ള ഹാരപ്പൻ സൈറ്റുകൾ അല്ലെങ്കിൽ ഹാരപ്പൻ ജനതകൾ ഇതിലെല്ലാം എക്സ്പെർട്ടീസ് ആയിരുന്നു എന്ന് പറയപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസുകൾ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതിനുള്ള പ്രൂഫ് അവർ അത്രയും ടെക്നിക്കലി സ്കിൽഡ് ആയിരുന്നു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള പ്രൂഫുള്ള സ്ഥലം ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ധൊലാവിര, മോഹൻജോദാരോ, ഹാരപ്പ, കാലിബംഗൻ. ഈ 4 എണ്ണമാണ്. ഇതിൽ എ ആൻഡ് ബി ഓൺലി എന്നാണ് ഉത്തരം വരുന്നത്. ധൊലാവിര, റാൻ ഓഫ് കച്ച്, പോർട്ട് സിറ്റി വിത്ത് വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ആൻഡ് മോഹൻജോദാരോ ലാർജ് നമ്പർ ഓഫ് വെൽസ്, ഗ്രേറ്റ് ബാത്ത് എക്സെട്ര. ഇവ രണ്ടുമാണ് ഹാരപ്പൻ ജനതകളുടെ ടെക്നിക്കൽ സ്കിൽ ഓഫ് വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് കാണിച്ചു തരുന്ന 2 സൈറ്റുകൾ എന്നാണ് പറയപ്പെടുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലുള്ള സ്ഥലമാണ് ധൊലാവിര എന്ന് പറയുന്നത്. അത് റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞാൽ തന്നെ ഉപ്പുവെള്ളം കയറുന്ന ഒരു ചതുപ്പ് നിലമാണ്. അവിടെ പോർട്ട് സിറ്റിയും കൂടിയാണ് ധൊലാവിര എന്ന് പറയുന്നത്. കടലുമായിട്ട് ഭയങ്കര ടച്ചുള്ള ഒരു തുറമുഖ സിറ്റി. അതിൽ വാട്ടർ ഹാർവെസ്റ്റിങ്ങും മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മോഹൻജോദാരോ ലാർജ് നമ്പർ ഓഫ് വെൽസ്, ഒരുപാട് കിണറുകളും, ഗ്രേറ്റ് ബാത്ത്, മോഹൻജോദാരോൻ്റെ പ്രത്യേകത തന്നെ ഗ്രേറ്റ് ബാത്താണ്. അപ്പം വലിയൊരു കുളം ഉണ്ടാക്കിയിട്ട് അത് പല എന്താവശ്യത്തിന് കൃത്യമായിട്ട് ഒരു റിലീജിയസ് യൂസിനാണോ ബെനവലൻ്റ് യൂസിനാണോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഡീകോഡ് ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ പോലും ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഹാരപ്പനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സാധനമാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഹരപ്പയുടെ വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് സ്കില്ലിൽ വിളിച്ചോതുന്ന 2 സൈറ്റുകൾ എന്ന് പറയുന്നത് ധൊലാവിരയും മോഹൻജോദാരോ ആണ് എന്നാണ് ചോദ്യത്തിൽ ഉത്തരവായിട്ട് വരുന്നത്. ആൻഡ് ഹരപ്പയിലും കാലിബംഗനിലും എല്ലാം ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. പക്ഷേ ചോദ്യം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നിക്കൽ സ്കിൽ ആപ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഏതാണ്? അപ്പോൾ ചോദ്യത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉത്തരം എഴുതണം എന്നാണ്. അതിൽ ഹാരപ്പ നിലവിലെ പാകിസ്ഥാനിലും കാലിബംഗൻ രാജസ്ഥാനിലുള്ള 2 സ്ഥലങ്ങളാണ്. അവിടെയൊന്നും ഇത്ര വാസ്റ്റായിട്ടുള്ള എവിഡൻസുകൾ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. ടെക്നിക്കൽ സ്കിൽ മനസ്സിലാക്കുന്ന എവിഡൻസ് കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇല്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞില്ല. പറയാൻ നമുക്ക് പറ്റില്ല. അവർ എന്തുണ്ടായിരുന്നു എന്തുണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമുക്കുള്ള വിവരം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയും പറയുകയും ഉത്തരം UGC പറയുന്ന പ്രകാരം പഠിക്കുകയും ചെയ്യുന്നത് മാത്രമാണിത്. ഇതൊക്കെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. ഏതായാലും 54ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആൻഡ് ബി ഓൺലി, ധൊലാവിര ആൻഡ് മോഹൻജോദാരോ ഓൺലി എന്നുള്ളതാണ്. സോ ഇത്രയൊക്കെയാണ് ഈ സെറ്റിലെ ചോദ്യോത്തരവും.